ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ആണ്. സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിഡ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ പറയുന്ന ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ്, ഇതൊക്കെ മിക്സ്ചേഴ്സ് ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് സബ്സ്റ്റൻസ്, രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടാണ് മിക്സ്ചേഴ്സ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്ത മിക്സ്ചേഴ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ മെത്തേഡ്സ്. അത് നമുക്ക് എല്ലാ മിക്സ്ചേഴ്സിനെയും സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട്, ലിക്വിഡ്സ് നമുക്കറിയാം എങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ പോകുന്നത്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ ഒരു ഫോമിലെയാണ് നമ്മൾ കാണാറുള്ളത്. നോർമലി പറയാറുള്ളത് ഇങ്ങനെയാണ് അല്ലെ. പക്ഷെ അതല്ലാണ്ട് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു കണ്ടീഷനെ അല്ലെങ്കിൽ കൺവേർഷനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ക്യാംഫർ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ക്യാംഫർ ആണ് അതിന് ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ക്യാംഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർപ്പൂരമാണ്. നമ്മൾ കാണുന്ന കർപ്പൂരം. കർപ്പൂരം നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ കാണാറുണ്ട്. നമ്മളത് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണാറുണ്ടോ? അതിനെ കത്തിക്കുന്ന സമയത്ത് അത് ലിക്വിഡ് സ്റ്റേറ്റിൽ പോവാറുണ്ടോ? ഇല്ല. ഡയറക്റ്റ് എന്തായിട്ടാ പോകുന്നത്? വേപ്പർ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. പിന്നെ അതിനുള്ള എക്സാമ്പിൾ നാഫ്തലിൻ, അമോണിയം ക്ലോറൈഡ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സബ്ലിമേഷന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കുന്നത് ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പറിൽ കൂടെ ലിക്വിഡ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ലിക്വിഡിൽ കിടക്കുന്ന സസ്പെൻഡഡ് സോളിഡ്സ് എല്ലാം തന്നെ ഫിൽറ്റർ പേപ്പറിന്റെ ടോപ്പ് പോർഷനിലും, അതായത് ഫിൽറ്റർ പേപ്പറിൽ റെസിഡ്യൂ ആയിട്ട് ബാലൻസ് ഇരിക്കുകയും ലിക്വിഡ്, പ്യുവർ ലിക്വിഡ് താഴേക്ക് നമ്മൾ ഏതിലേക്കാണോ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് അതിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഞ്ചിൻ ഓയിൽ, കാർ എഞ്ചിനിലൊക്കെ യൂസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിലിലെ സോളിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ ഫിൽട്രേഷൻ പ്രോസസ്സാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട്, അത്രയും പോലും നമുക്ക് കോംപ്ലിക്കേറ്റഡ് അല്ലാണ്ട് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കപ്പിലേക്ക് ഒഴിക്കുകയല്ല ചെയ്യുക അല്ലെ. ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ചായ എടുക്കുന്നത്. അതാണ് ഇതിനകത്ത് എന്തെന്ന് പറയുന്നത്? ഫിൽട്രേഷൻ. നമ്മൾ എന്ത് ചെയ്യും? ചായയിൽ നിന്നും ചായയുടെ റെസിഡ്യൂസ് അല്ലെങ്കിൽ ചായയുടെ ആ ഒരു ഇലകളുടെ തരികൾ അല്ലെ, ചായപ്പൊടിയുടെ തരികളിൽ നമ്മൾ മാറ്റി ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് ചായ കുടിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പൊ അതാണ് ഫിൽട്രേഷന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് മെത്തേഡ്സ്, സബ്ലിമേഷൻ ആൻഡ് ഫിൽട്രേഷൻ. അടുത്തത് ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിനെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് വേപ്പർ ആയിട്ട് പോകുന്ന, കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് എന്തായിട്ട് പോകും? നമ്മൾ വെക്കുന്ന ലിക്വിഡ് കുറച്ച് എന്തായിട്ട് മാറും? വേപ്പർ ആയിട്ട് പോകും. വേപ്പർ എന്ന് വെച്ചാൽ എന്താണ്? നീരാവി ആയിട്ട് പോകും. അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവോപ്പറേഷൻ സംഭവിച്ചാൽ അവിടെ കൂളിംഗ് ഉണ്ടാവും, ഒരു തണുപ്പ് സംഭവിക്കും. ഇവോപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തണുപ്പ് ഉണ്ടാവും. ഇനി നമുക്ക് പറയാം ഇവോപ്പറേഷൻ. നമ്മൾ വേനൽക്കാലത്തൊക്കെ കുളം, കിണർ, അതുപോലെ പുഴ എല്ലാം വറ്റി വരണ്ടു എന്ന് പറയും അല്ലേ. ഇതെങ്ങനെയാണ് വറ്റി വരളുന്നത്? നമ്മൾ ഉപയോഗിച്ചിട്ടാണോ ഈ പറയുന്ന വെള്ളമൊക്കെ കാണാതെ പോകുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നത്? അല്ല, അത് കത്തുന്ന ചൂടില് ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ടാണ് എന്താ പറയാ, വരൾച്ചയൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ ബൈ ഇവാപറേഷൻ ഓഫ് വാട്ടർ. കടൽ വെള്ളത്തിൽ നിന്ന് ഇവാപറേഷൻ വഴിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? കോമൺ സാൾട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ സാൾട്ട് പ്രിപ്പയർ ചെയ്യണത് എന്താണ്? ഇവാപറേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവാപറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അടുത്തത് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് സോളിഡ് സബ്സ്റ്റൻസസിന്റെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതിനകത്ത് ഇംപ്യൂർ സോളിഡ് അല്ലെങ്കിൽ മിക്സ്ചർ ഹീറ്റ് ചെയ്യുക. അത് ഹീറ്റ് ചെയ്യണത് എല്ലാ മിക്സ്ചറും എല്ലാറ്റിലും കൊണ്ടുപോയിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും പ്രോപ്പർ ആയിട്ടുള്ള സോൾവെന്റ് ഉണ്ട്.
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൽക്കഹോള്, വാട്ടർ, അസറ്റോൺ, ക്ലോറോഫോം അങ്ങനെ ഓരോന്നും അതിന് പ്രോപ്പർ ആയിട്ടുള്ള സോൾവെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യണത് എവിടെ വരെയാണ്, ആ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നത് വരെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു ഹോട്ട് സൊല്യൂഷൻ ആയിരിക്കില്ല. ഈ പറയുന്ന ആൽക്കഹോൾ ആണെങ്കിലും, ആൽക്കഹോൾ ഒന്നും എടുക്കണ്ട, ഒരു പച്ചവെള്ളം, നമ്മുടെ നോർമൽ വാട്ടർ, അത് ഹീറ്റ് ചെയ്ത് അതിന്റെ ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പൊ അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യും. അതിനെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഫിൽട്രേറ്റിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കൂൾ ചെയ്യും, തണുപ്പിക്കും. തണുപ്പിച്ച് കഴിയുന്ന സമയത്ത് അവിടെ സോളിഡ് ആയിട്ടുള്ള പ്യുവർ ക്രിസ്റ്റൽസ് പുറത്തേക്ക് വരും. ഓക്കെ, അങ്ങനെ വരുന്ന ഈ ക്രിസ്റ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഫിൽട്രേഷൻ പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡ്രൈ ആക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കറക്റ്റ് ഇതാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മിക്സ്ചേഴ്സ്, അതുപോലെ കോംപ്ലക്സ് മിക്സ്ചേഴ്സിനകത്തൊക്കെ നമ്മൾ ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിക്സറിനകത്തുള്ള ക്രിസ്റ്റൽസ് ഒക്കെയും ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് ഊസ് ഔട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ബോയിലിംഗ് പോയിന്റ് രീതിയിലേക്ക് സോൾവെന്റിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തിട്ട് ആ ഹോട്ട് സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്യും. ഫിൽട്ടർ ചെയ്യുമ്പോൾ അവിടെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് അതിനെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കൂൾ ചെയ്യുന്ന സമയത്ത് പ്യുവർ ആയിട്ടുള്ള സോളിഡ് ക്രിസ്റ്റൽസ് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡ്രൈ ആക്കും. അപ്പൊ ഇതാണ് ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ്. അടുത്തത് ഡിസ്റ്റിലേഷൻ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കറിയാലോ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ മേ ബി ഇത് ഏതാണ് പ്രോസസ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന മിക്സ്ചറിനെ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫിൽട്ടർ ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം അടുത്ത പ്രോസസ് ആണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിനെ വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഹീറ്റ് ചൂടാക്കിയിട്ട് വേപ്പർ ആയി കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ വേപ്പറിനെ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യും, കൂൾ ചെയ്തിട്ട് ലിക്വിഡ് ആക്കും. അതിനെയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ട് അല്ലെ, ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് എന്താ സംഭവം, നമ്മൾ ഒരു ലിക്വിഡിനെ നല്ലപോലെ ചൂടാക്കും. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ ചൂടാക്കുമ്പോൾ അവിടുന്ന് അത് വേപ്പറായി പോകും അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പം അടുപ്പിൽ വെക്കുകയാണ്, വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്, നമ്മളത് നോക്കാണ്ട് ഓഫ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരും അല്ലേ. ഇത് എങ്ങോട്ടാ പോകണം, അടുപ്പിനകത്തേക്കാണോ പോണത്, അല്ല അല്ലെ. ഇത് എങ്ങനെയാ പോകുന്നത്, ഇത് വേപ്പറായിട്ട് നീരാവിയായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ലിക്വിഡിനെ വേപ്പർ ആക്കും. ചൂടാക്കിയിട്ട് അതിനെ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റും. അതിനുശേഷം അതിനെ തണുപ്പിച്ചിട്ട് ഈ വേപ്പറിനെ എഗെയിൻ എന്താക്കും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പം ഈ ഡിസ്റ്റിലേഷനിൽ എന്തുണ്ട്, വേപ്പറൈസേഷനും ഉണ്ട്, കണ്ടൻസേഷനും ഉണ്ട്. വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡ് ഇൻടു വേപ്പർ ആണ് വേപ്പറൈസേഷൻ. വേപ്പറിനെ എഗെയിൻ ലിക്വിഡിലേക്ക് ആക്കുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മെത്തേഡ് നമ്മൾ ബോയിലിംഗ് പോയിന്റ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ലിക്വിഡ്സ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡിനെ നോൺ വോളറ്റൈൽ സോളിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ കിടക്കുന്ന സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കെയാണ് നമ്മൾ ഇതുപോലെ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യണത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എല്ലാ ലിക്വിഡ്സിനും സെയിം ബോയിലിംഗ് പോയിന്റ് ഒന്നും ആയിരിക്കില്ല. അപ്പൊ ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ്സ് ഉള്ള ലിക്വിഡ്സ് നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ് ഒക്കെ ചോദിച്ചിട്ട് നമ്മളോട് ഏതാണ് പ്രോസസ്സ് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് പ്രോപ്പർ ആയിട്ട് നോക്കി വെക്കണം. അടുത്തത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഷന്റെ സെയിം പ്രോസസ്സ് തന്നെയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്രാക്ഷനിങ് കോളം യൂസ് ചെയ്യും. അതായത് 2 or 3 വോളറ്റൈൽ ലിക്വിഡിനെ, ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ്സ് ഉള്ള വോളറ്റൈൽ ലിക്വിഡിനെ പ്രോസസ് ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫ്രാക്ഷണൽ കോളം യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം, ഇപ്പം നമ്മൾ മീഥൈൽ ആൽക്കഹോളും അതുപോലെ തന്നെ അസറ്റോൺ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുക. മീഥൈൽ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് 338 കെൽവിൻ ആണ്. അസറ്റോണിന്റെ ആണെങ്കിൽ
329 കെൽവിൻ ആണ്. അപ്പൊ ഈ ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യുക. പിന്നെയും ഉണ്ട് പെട്രോൾ, ഡീസൽ ഓയിൽ, കെറോസിൻ, ഹെവി ഓയിൽ ഒക്കെ ക്രൂഡ് പെട്രോളിയത്തിൽ നിന്നും, അതായത് ക്രൂഡ് ഓയിലിൽ നിന്നും അല്ലെങ്കിൽ ക്രൂഡ് പെട്രോളിയത്തിൽ നിന്നും ബാക്കി കിട്ടുന്ന, അതിൽ നിന്നും കിട്ടുന്ന എല്ലാ ഓയിൽസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യണത്. പിന്നെ ലിക്വിഡ് എയർ, നമുക്ക് ലിക്വിഡ് എയറിൽ നിന്നും കിട്ടുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഇനർട്ട് ഗ്യാസസ്, ഓക്സിജൻ. ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനും നമ്മൾ എന്ത് പ്രോസസ്സാണ് യൂസ് ചെയ്യുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട്, മീഥൈൽ ആൽക്കഹോൾ അസറ്റോൺ വെച്ചിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ക്രൂഡ് പെട്രോളിയത്തിൽ നിന്നും സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉള്ളത്. അടുത്തത് ക്രോമാറ്റോഗ്രഫി. ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡ് ആണ്, ക്രോമ എന്ന് പറഞ്ഞ കളർ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഈ ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചറിന്റെ കോമ്പണൻസ്, ഓക്കെ, എങ്ങനെയാണ് അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അതായത് എത്രത്തോളം അബ്സോർപ്ഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രോമാറ്റോഗ്രഫിയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. കോളം ക്രോമാറ്റോഗ്രഫി ഉണ്ട്, തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ഉണ്ട്, പേപ്പർ ക്രോമാറ്റോഗ്രഫി, ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി, അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി ആൻഡ് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ഓക്കെ, അപ്പൊ ഒരു സ്യൂട്ടബിൾ അബ്സോർബന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ അബ്സോർബ് ചെയ്തിരിക്കുന്നത് അതാണ് അബ്സോർബന്റ്. അപ്പൊ ഒരു സ്യൂട്ടബിൾ അബ്സോർബന്റില് കോമ്പണൻസ്, ഒരു മിക്സ്ചറിന്റെ കോമ്പണൻസ് ഡിഫറൻസ്, അതായത് എല്ലാ കോമ്പണൻസും ഒരേ റേറ്റിലല്ലല്ലോ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു വെള്ളത്തിനകത്ത് പഞ്ചസാരയും ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരേ രീതിയിലായിരിക്കും അബ്സോർപ്ഷൻ നടക്കുക? അല്ല. ഉപ്പ് പെട്ടെന്ന് അബ്സോർബ് ആയി പോകും, പഞ്ചസാര കുറച്ച് സമയം എടുത്തിട്ടേ അബ്സോർബ് ആവുള്ളൂ, അല്ലെ? അപ്പൊ ഈ അബ്സോർപ്ഷൻ ടെക്നിക്ക് നോക്കിയിട്ട് ചെയ്യുന്ന ഒരു സെപ്പറേഷൻ പ്രോസസ് ആണ് ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്പും നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ. സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പണന്റ് ലിക്വിഡും ഒരെണ്ണം ഇൻസോലുബിൾ ആയിട്ടുള്ള സോളിഡും, അതായത് ലിക്വിഡിനേക്കാൾ ഹെവിയർ ആയിട്ടുള്ള ഇൻസോലുബിൾ ആയിട്ടുള്ള സോളിഡും ആണെങ്കിൽ അവിടെയാണ് നമ്മൾ സെഡിമെന്റേഷൻ അല്ലെങ്കിൽ ഡീകണ്ടേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ മഡ് എന്ന് പറഞ്ഞാൽ ചെളിയാണ്, അല്ലെ? ചെളിയും വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെളി എന്ന് പറഞ്ഞാൽ ഇൻസോലുബിൾ സോളിഡ് ആണ്, ലിക്വിഡിനേക്കാൾ ഹെവി ആയിട്ടുള്ളതാണ്, അല്ലെ? അപ്പൊ അങ്ങനത്തെ സെപ്പറേഷൻ ഒക്കെയാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇഫ് മഡി വാട്ടർ ഈസ് അലൗഡ് ടു സ്റ്റാൻഡ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈം ഇൻ എ ബീക്കർ. അപ്പൊ ഒരു ബീക്കർ വെച്ചിട്ട് നമ്മൾ കുറേ സമയത്തേക്ക് ഈ മഡി വാട്ടർ, ചെളി വെള്ളത്തിനെ നമ്മൾ ഒരു ബീക്കറിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് അതിന് നമ്മൾ ഒന്നും ചെയ്യാണ്ട് അനക്കാണ്ട് അത് വെക്കുകയാണ്. കുറേ നേരത്തേക്ക് വെക്കുന്ന സമയത്ത് അതിനകത്തുള്ള എർത്ത് പാർട്ടിക്കിൾസ്, എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണാണേലും ചെളിയാണേലും അതെന്ത് സംഭവിക്കും? താഴേക്ക് അടിഞ്ഞു കൂടും, അല്ലെ? എന്നിട്ട് മേലെ എന്താവും? ഈ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ മാത്രമായിട്ട് നിൽക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്? സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എന്താ പറയാ, ഈ സോളിഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എർത്ത്, ക്ലേ അല്ലെങ്കിൽ സോയിൽ താഴേക്ക് സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്, അടിഞ്ഞു കൂടുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന ഈ ക്ലിയർ ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ബീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെഡിമെന്റേഷനും ഡീകണ്ടേഷനും എന്തായി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പ്രോസസ്സ് എല്ലാം തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അത് പ്രോപ്പർ ആയിട്ട് നോക്കണം, കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ സബ്ലിമേഷൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്, ഡിസ്റ്റിലേഷൻ, അങ്ങനെ എല്ലാം ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് ക്രോമാറ്റോഗ്രഫിയിലെ ക്രോമ എന്ന് പറഞ്ഞ കളറാണ്, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ കുറച്ച് വേർഡ്സ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനായിട്ടും കുറച്ച് പ്രോസസ്സുകൾ എന്താണെന്നൊക്കെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി ഇതിന്റെ ഇൻഡെപ്തിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിലായിട്ട് പോവാം. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് വീണ്ടും കാണാം.